നമുക്കിന്ന് റവയും പൊട്ടറ്റോ ഒക്കെ വെച്ച് ഒരു അടിപൊളി വട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് വെച്ചാൽ ഒന്ന് വാടിയാൽ മതി, ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി, അല്ലാതെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരേണ്ടതാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ റവ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പം ആ വെള്ളത്തിൽ കിടന്ന ഈ റവ ഒന്ന് വെന്ത് വരേണ്ടതാണ്. അപ്പം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് നമ്മുടെ റവ ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ 2 പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം റവയും ഈ ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് മിക്സായി വരേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ഉണ്ട ഉരുട്ടാൻ പരുവത്തിനുള്ള രീതിയിൽ ഇത് കുഴച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓയിലിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വടയുടെയൊക്കെ പരിപ്പുവടയുടെയൊക്കെ ഷേപ്പ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഷേപ്പ് ഞാൻ റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിളച്ചെണ്ണയിലോട്ട് ഓരോന്നിട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ റവ വട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്തരത്തിൽ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി റവയും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.